ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പപ്പായ കൊണ്ടൊരു സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാൻ പപ്പക്കായ ഒരു ചെറുതാണ്, പക്ഷെ ചള്ളല്ല കേട്ടോ, കുറച്ച് മൂത്തതാണ്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ ചീകി എടുത്താലും മതി. അപ്പം ചീകി എടുക്കുമ്പോൾ പിന്നെ കൈയൊക്കെ വേദന എടുക്കുമല്ലോ, അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇത്രയായിട്ടുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആകുമ്പോൾ ഇങ്ങനെയായി കിട്ടും. പേസ്റ്റ് ആക്കരുത്, തരിതരിയായിട്ടെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ നമുക്ക് ഇത് ഉഴുന്ന പരിപ്പാണ് ഇനി ഇടാനുള്ളത്. എണ്ണ കുറവായ കാരണം സൈഡിൽ നോക്കിയിടേണ്ട വരും. ഉഴുന്ന പരിപ്പിടുക, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇടുന്നപ്പോൾ നാളികേരത്തി കൂടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ അത് ചുമ വരും നമുക്ക്. അപ്പം അതൊക്കെ പൊട്ടി ഈ കളറ് നമ്മളിട്ട ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നാളികേരം ഇടാം. നാളികേരത്തിന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ. ഈ പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. ഇത് നാളികേരം ഇങ്ങനെ ബ്രൗണൊന്നും ആവണ്ട, കുറച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് മാത്രം ഇട്ടാൽ മതി. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പപ്പക്കായ ഇതിലിടാം. പപ്പായ നമ്മൾ ചെറുതാക്കി കട്ടാക്കി വെച്ചത്, അടിച്ചു വെച്ചത് ഇതിടാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടിട്ടുണ്ട്. അതിന് ഇതിടാം. അധികം ബ്രൗണൊന്നും ആവണ്ട. വെള്ളം ഒഴിക്കേണ്ട, ഇത് മൂടി വെച്ചാൽ മതി. അപ്പം അതിൻ്റെ വെള്ളത്തിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് പപ്പക്കായൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ, തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണത്. നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല, കുറച്ച് വൈറ്റ് കളറിൽ തന്നെ കാണാതെ അടച്ചു വെച്ച് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് നോക്കാം ഇത് തയ്യാറായോന്ന്. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുളകായാലും നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടാം ഇതിൽ. ഈ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഇടാം. അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 സ്പൂണൊക്കെ മതി, കൂടുതൽ വേണ്ട, അരയും വേണ്ട, ഒരു ഇത്തിരി മതി. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ആ വേപ്പിലേരെ മേലെ തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഹൈയിൽ വയ്ക്കുക, എന്നിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും അത് ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ തയ്യാറാക്കി. സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റോടെ ഒരു ബാജിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.